ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു പവർ ബാറ്റിംഗ്. ആവേശം വാനോളമാക്കി ചിയാൻ വിക്രമിൻ്റെ വീര ധീര സൂര്യനെ പറഞ്ഞൊരു സിനിമയുടെ ടീസർ തമിഴിലും ഞെട്ടിക്കാൻ സുരാജ് വെഞ്ഞാറമൂട്. വീരധീര സൂര്യൻ ടീസർ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ആയിട്ട് പുറത്തിറങ്ങിയിട്ടുണ്ടായിരുന്നു. സംഭവം ഇപ്പോൾ സോഷ്യൽ മീഡിയയിലേക്ക് ട്രെൻഡിങ് ആണ്. ഒരു തമിഴ് നാടൻ ആക്ഷൻ ത്രില്ലർ തന്നെയാകും ഈ ഒരു വീരധീര സൂര്യൻ എന്ന് പറയുന്ന ഈ ഒരു പടം എന്നൊക്കെയാണ് നമുക്കറിയാൻ സാധിച്ചുകൊണ്ടിരിക്കുന്നത്. പടത്തിന്റെ ടീസർ കാണുമ്പോൾ നമുക്ക് അങ്ങനെയാണ് ഉറപ്പ് നൽകാൻ സാധിക്കുന്നത്. അതേപോലെ തന്നെ ഈ ഒരു സിനിമയിൽ ചിയാൻ വിക്രമിനോടൊപ്പം തന്നെ SJ സൂര്യ, അതേപോലെ തന്നെ സുരാജ് വെഞ്ഞാറമൂട് തുടങ്ങിയവരൊക്കെ ഈ ഒരു പടത്തിൽ കിടിലൻ പെർഫോമൻസുകൾ കൊണ്ട് ആറാടുമെന്നുള്ള കാര്യം ഷുവർ തന്നെയാണെന്നാണ് നമുക്ക് ടീസറൊക്കെ കാണുന്ന സമയത്ത് അറിയാൻ സാധിക്കുന്നത്. എന്തൊക്കെ തന്നെയാലും ഈ ഒരു പടം, അതായത് ചിയാൻ വിക്രമ പുള്ളിക്കാരൻ്റെ ഒരു തകർപ്പൻ കംബാക്ക് തന്നെയായിരിക്കുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ ആയിരിക്കാണ് ഗൈസ് ഈ ഒരു വീരധീര സൂര്യൻ എന്ന് പറഞ്ഞ ഒരു പടത്തിന് വേണ്ടി ആകാംക്ഷയോടെ കാത്തിരിക്കുന്നത്. നമ്മുടെ സ്വന്തം ലാലേട്ടൻ, അതായത് മോഹൻലാൽ ഒരുക്കി വെച്ച ദൃശ്യ വിസ്മയം 3Dയിൽ ബറോസ് എന്ന് പറയുന്ന ഒരു സിനിമയുടെ 2D വേർഷൻ, അതായത് തിയേറ്ററുകളിൽ റിലീസിന് ഉണ്ടാവില്ല എന്നുള്ള തരത്തിൽ റിപ്പോർട്ടുകൾ കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഈ ഒരു പടത്തിൻ്റെ 3D വേർഷൻ മാത്രമാകും തിയേറ്ററിൽ എത്തുന്നതെന്നുമൊക്കെയാണ് നമുക്കിപ്പോൾ ലേറ്റസ്റ്റ് അറിയാൻ സാധിച്ചുകൊണ്ടിരിക്കുന്നത്. എന്നിരുന്നാൽ പോലും ഈ ഒരു സിനിമ OTTയിലേക്ക് വരുന്ന സമയത്ത് നമുക്ക് 2D വേർഷൻ എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുമെന്നുള്ള തരത്തിൽ വാർത്തകൾ വരുന്നുണ്ട്. ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ ഈ ഒരു പടത്തിൻ്റെ ഭാഗത്ത് നിന്ന്. എന്തൊക്കെ തന്നെയായാലും ഈ ഒരു ബറോസ് എന്ന് പറഞ്ഞ സിനിമയുടെ ഭാഗത്തു നിന്ന് ലേറ്റസ്റ്റ് ആയിട്ട് സോങ്സ് കാര്യങ്ങളൊക്കെ റിലീസ് ആയിട്ടുണ്ടായിരുന്നു. ഇതൊരു ലാലേട്ടൻ്റെ ഒരു എപ്പിക് സംഭവം തന്നെയാണെന്നാണ് നമുക്ക് പ്രതീക്ഷിക്കാൻ സാധിക്കുന്നത്. അപ്പോൾ ആരൊക്കെയാണ് ഗൈസ് ഒരു ബറോസ് പടത്തിന് വേണ്ടി ആകാംക്ഷയോടെ കാത്തിരിക്കുന്നത്? സോ തീർച്ചയായും താഴെ കമൻറ്റിൽ പറയുക. അല്ലു അർജുനിന് വൈകുണ്ഠപുരം സംവിധായകനോടൊപ്പം അങ്ങ് വൈകുണ്ഠപുരത്ത് എന്ന് പറഞ്ഞ ഒരു സിനിമയുടെ സംവിധായകൻ ത്രിവിക്രം ശ്രീനിവാസനൊപ്പമായിരിക്കും അല്ലു അർജുൻ്റെ അടുത്ത സിനിമ എന്നാണ് റിപ്പോർട്ടുകൾ കാര്യങ്ങൾക്ക് ലേറ്റസ്റ്റ് ആയിട്ട് വന്നുകൊണ്ടിരിക്കുന്നത്. അതേപോലെ തന്നെ ഈ വരാനിരിക്കുന്ന സിനിമയുടെ പ്രഖ്യാപനം 2025 ജനുവരിയോടെ തന്നെ ഉണ്ടാകുമെന്നൊക്കെയാണ് അപ്ഡേറ്റ്സ് കാര്യങ്ങളൊക്കെ വന്നുകൊണ്ടിരിക്കുന്നത്. സോ ഗൈസ്, അല്ലു അർജുൻ അദ്ദേഹത്തിൻ്റെ ഭാഗത്ത് നിന്നും ഇത്തരത്തിലുള്ള സിനിമകൾക്ക് വേണ്ടിയാണ് നമ്മൾ കട്ടയ്ക്ക് വെയിറ്റ് ചെയ്യുന്നത്. അപ്പോൾ എന്തൊക്കെ തന്നെയാലും ഇത്തരത്തിലുള്ള ഒരു സിനിമ പെട്ടെന്ന് സംഭവിക്കട്ടെ എന്നതിന് നമുക്ക് ആശംസിക്കാം. നടിപ്പിൻ നായകൻ സൂര്യയുടെ വരാനിരിക്കുന്ന ഏറ്റവും പുതിയ സിനിമയാണ് സൂര്യ 45 എന്ന് പറഞ്ഞൊരു സിനിമ. നിലവിൽ ഈ ഒരു പടത്തിൻ്റെ ഭാഗത്ത് നിന്നും ലേറ്റസ്റ്റ് ആയിട്ടൊരു അപ്ഡേറ്റ് കിട്ടിയിട്ടുണ്ട്. സംഭവം എന്ന് പറയുന്നത് സൂര്യ ചിത്രത്തിൽ AR റഹ്മാൻ ഇല്ല, അതായത് മ്യൂസിക് വർക്ക് കാര്യങ്ങളൊക്കെ കൈകാര്യം ചെയ്യാൻ AR റഹ്മാൻ ഇല്ല. സോ AR റഹ്മാൻ വരുമെന്നുള്ള തരത്തിലേക്ക് അപ്ഡേറ്റ്സ് ഒക്കെ ഉണ്ടായിരുന്നു. പകരം സായ് അഭ്യങ്കർ, കാഴ്ചി സേര, അതേപോലെ ആസൈക്കോടെ തുടങ്ങിയ ഗാനങ്ങളിലൂടെ പ്രേക്ഷകരുടെ പ്രിയങ്കരനായിട്ടുണ്ടായിരുന്ന ഗായകനും അതേപോലെ തന്നെ സംഗീത സംവിധായകനുമായിട്ടുള്ള സായ് അഭ്യങ്കർ ആണ് സൂര്യ 45 വേണ്ടി സംഗീതം ഒരുക്കുക എന്നാണ് അണിയറ പ്രവർത്തകർ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ആയിട്ട് ഒഫീഷ്യലി അനൗൺസ് ചെയ്തിട്ടൊക്കെ ഉണ്ടായിരുന്നത്. എന്തൊക്കെ തന്നെയാലും ഈ ഒരു സൂര്യ 45 പടത്തിന് വേണ്ടി ആയിരിക്കാണ് ആകാംക്ഷയോടെ കാത്തിരിക്കുന്നത്. സോ നിങ്ങൾ വെയിറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ തീർച്ചയായും താഴെ കമൻറ്റ് ബോക്സിൽ പറയുക. ദളപതി വിജയുടെ വരാനിരിക്കുന്ന ഏറ്റവും പുതിയ സിനിമയാണ് ദളപതി 69 എന്ന് പറഞ്ഞ ഒരു സിനിമ. ദളപതി വിജയെ നായകനാക്കി വിനോദാണ് ഈ ഒരു പടം സംവിധാനം ചെയ്യുന്നത് എന്നുള്ളതെല്ലാം നമ്മൾക്കറിയാം. ഇപ്പോൾ ഈ ഒരു സിനിമയുടെ ഭാഗത്ത് നിന്നും ലേറ്റസ്റ്റ് ആയിട്ട് ഒരു അപ്ഡേറ്റ് ലഭിച്ചിട്ടുണ്ട്. സംഭവം എന്ന് പറയുന്നത് ഈ ഒരു ദളപതി 69 പടത്തിൻ്റെ ടൈറ്റിൽ അനൗൺസ്മെൻറ്റ് അപ്ഡേറ്റ്, അതായത് 2025 ജനുവരി 1 ദളപതി 69 പടത്തിൻ്റെ ഒഫീഷ്യൽ ടൈറ്റിൽ പുറത്ത് വിടുമെന്നുള്ള തരത്തിൽ അപ്ഡേറ്റ്സ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഇൻ കേസ് അങ്ങനെ സംഭവിച്ചില്ലെങ്കിൽ വരാനിരിക്കുന്ന ഈ ജനുവരി മാസത്തിൽ തന്നെ ഈ ഒരു ദളപതി 69 സിനിമയുടെ ടൈറ്റിൽ അവർ റിവീൽ ചെയ്യുമെന്നുള്ള കാര്യം ഷുവർ ആയിട്ടുണ്ട്. അപ്പോൾ വിനോദ് സംവിധാനം ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ ഒരു ദളപതി 69 പടത്തിൻ്റെ ചിത്രീകരണം ഇപ്പോൾ നല്ല രീതിയിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതേപോലെ തന്നെ അറിയാൻ സാധിക്കുന്ന മറ്റൊരു അപ്ഡേറ്റ് എന്ന് പറയുന്നത് ഈ ഒരു ദളപതി 69 പടത്തിൽ ദളപതി വിജയ് ഒരു പോലീസ് ഓഫീസറുടെ വേഷമായിരിക്കും ചെയ്യുക എന്നുള്ള തരത്തിലുള്ള റൂമറുകൾ കാര്യങ്ങളൊക്കെ കുറച്ച് മുൻപേ ഇതിനൊക്കെ വന്നിരുന്നു. സോ അതൊക്കെ റൂമർ ആയതിനാൽ തന്നെ നമുക്ക് അങ്ങനെ വിശ്വസിക്കേണ്ട കാര്യമൊന്നുമില്ല. എന്തൊക്കെയാലും ഈ ഒരു ദളപതി 69 പടത്തിന് വേണ്ടി നമ്മൾ കട്ട വെയിറ്റിംഗ് ആണ്. നിങ്ങൾ ഈ ഒരു സിനിമയ്ക്ക് വേണ്ടി ആകാംക്ഷയോടെ കാത്തിരിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായും താഴെ കമൻറ്റ് ബോക്സിൽ പറയുക. എന്തൊക്കെ തന്നെയായാലും ഈ ഒരു ദളപതി 69 പടത്തിൻ്റെ ടൈറ്റിൽ അപ്ഡേറ്റ് നമുക്ക് ജനുവരി മാസത്തിൽ കാണാൻ സാധിക്കുമെന്നുള്ള കാര്യം ഇപ്പോൾ ഷുവറായിട്ടുണ്ട്. ഏതാണ്ടൊക്കെ കൺഫേം ആണെന്നൊക്കെയാണ് നമുക്കറിയാൻ സാധിച്ചുകൊണ്ടിരിക്കുന്നത്. ഉണ്ണി മുകുന്ദൻ്റെ വരാനിരിക്കുന്ന ഏറ്റവും പുതിയ സിനിമയാണ് മാർക്കോ എന്ന് പറഞ്ഞ ഒരു പടം. നിലവിലിതാ പടത്തിൻ്റെ ഭാഗത്ത് നിന്നും ലേറ്റസ്റ്റ് ആയിട്ട് ഒരു അപ്ഡേറ്റ് ലഭിച്ചിട്ടുണ്ട്. സംഭവം എന്ന് പറയുന്നത് മോനെ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ആളുകൾ കാണാൻ കാത്തിരിക്കുന്ന ചിത്രം മാർക്കോ. മലയാളികളുടെ പ്രിയ താരം ഉണ്ണി മുകുന്ദനെ നായകനാക്കി ഹനീഫ് അദോനി സംവിധാനം നിർവഹിക്കുന്ന മലയാളത്തിലെ വയലൻസ് ചിത്രം മാർക്കോ കേരള കാത്തിരിപ്പിലാണ് സിനിമാ പ്രേമികളെല്ലാവരും തന്നെ. വയലൻസിൻ്റെയും അതേപോലെ തന്നെ ആക്ഷൻ സീനുകളുടെയും പേരിൽ ഇതിനോടകം തന്നെ മാർക്കോ പടം വാർത്തകളിൽ ഇടം പിടിച്ചിട്ടുണ്ട്. ഈ ഒരു സിനിമയുടെ ഭാഗത്തു നിന്നായിട്ട് പുറത്തു വരുന്ന എല്ലാ അപ്ഡേറ്റുകൾക്കും വലിയ രീതിയിൽ തന്നെ സ്വീകാര്യതകൾ ലഭിക്കുന്നുണ്ട്. അതേപോലെ തന്നെ വലിയ പ്രതീക്ഷകളാണ് സിനിമയ്ക്ക് മേലുള്ളത്. ഇപ്പോഴത്തെ പ്രശസ്ത സിനിമ വെബ്സൈറ്റ് ആയ IMDbയിൽ ഇന്ത്യയിൽ ഏറ്റവും അധികം ആളുകൾ കാണാൻ കാത്തിരിക്കുന്ന ചിത്രങ്ങളുടെ ലിസ്റ്റിൽ മാർക്കോ എന്ന് പറഞ്ഞൊരു സിനിമ മുൻപന്തിയിൽ തന്നെ നിൽക്കുകയാണെന്നാണ് നമുക്കിപ്പോൾ ലേറ്റസ്റ്റ് അറിയാൻ സാധിച്ചുകൊണ്ടിരിക്കുന്നത്. എന്തൊക്കെ തന്നെയാലും ഈ വരാനിരിക്കുന്ന ഡിസംബർ 20 വേണ്ടി നമ്മൾ കട്ട വെയിറ്റിംഗ് ആണ്.
മാർക്കോ ദ വയലൻസ് പടം തന്നെയാണെന്നാണ് നമുക്ക് ഇപ്പോൾ ടീസർ കാര്യങ്ങളായാലും ഇതിൻ്റെ ഭാഗത്ത് നിന്ന് വരുന്ന ഓരോ അപ്ഡേറ്റുകളിൽ നിന്നൊക്കെ ആയാലും നമുക്കറിയാൻ സാധിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ആരൊക്കെയാണ് ഗൈസ് ഈ ഒരു മാർക്കോ സിനിമയ്ക്ക് വേണ്ടി ആകാംക്ഷയോടെ കാത്തിരിക്കുന്നത്? സോ നമ്മൾ ഈ ഒരു പടത്തിന് വേണ്ടി കട്ട വെയിറ്റിംഗ് ആണ്. നിങ്ങളോ തീർച്ചയായും താഴെ കമൻറ്റ് ബോക്സിൽ പറയുക. സോ ദാറ്റ്സ് ദ വീഡിയോ ഗൈസ്. കൂടുതൽ ഇതുപോലുള്ള മൂവി അപ്ഡേറ്റ്സുകൾക്കും മറ്റു മൂവി ഫാക്ട്സുകൾക്കും വേണ്ടിയെല്ലാം തന്നെ നിങ്ങളുടെ യൂട്യൂബ് ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കേണ്ട കാര്യമെന്ന് പരിഗണിക്കുക. അപ്പോൾ എന്തൊക്കെ തന്നെ അടുത്ത നല്ല വീഡിയോയിൽ കാണുന്നത് വരേക്കും ബൈ ഗായ്സ്.